ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ ഇന്ത്യനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ. 2023 ജൂലൈ 18 കേരളവും ലോകമെമ്പാടുമുള്ള മലയാളികളും വാവിട്ട് കരഞ്ഞ ദിവസം. തിരുവനന്തപുരത്തു നിന്ന് 3.5 മണിക്കൂർ കൊണ്ട് പുതുപ്പള്ളിയിലെത്താവുന്ന 158 കിലോമീറ്റർ ദൂരം താണ്ടാൻ വിലാപയാത്രയ്ക്കെടുത്തത് 2 പകലും 1 രാത്രിയും നീണ്ട 38 മണിക്കൂറാണ്. ഈറൻ മിഴികളോടെ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയ ആ വിലാപയാത്ര ഉമ്മൻചാണ്ടിയെ ഇതിഹാസമാക്കി മാറ്റി. സമാനതകളില്ലാത്ത യാത്രയെപ്പായി അത് മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതം സമാനതകളില്ലാത്തതുകൊണ്ടാണ്. തിരുവനന്തപുരം ജഗതിയിലുള്ള പുതുപ്പള്ളി ഹൗസിൽ നിന്നാണ് ചരിത്രം സൃഷ്ടിച്ച ആ വിലാപയാത്ര ആരംഭിച്ചത്. സ്വന്തം മണ്ഡലത്തിന്റെ പേര് ലഭിച്ച അത്യപൂർവമായ ഒരു വീടാണിത്. ആർഭാടത്തിന്റെ കണിക പോലുമില്ലാത്ത ഈ വീടിന്റെ ഏറ്റവും വലിയ സവിശേഷത ഈ വീടിന് എപ്പോഴും തുറന്നിട്ട വാതിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഓടിക്കയറാം. ഈ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പറായ 2345-600 ഏത് പാതിരാത്രിക്കും ആർക്ക് വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾ വരുന്നതും നിങ്ങൾ വിളിക്കുന്നതും കാത്ത് ഒരാൾ ഇവിടെ ഉണ്ണാതെ ഉറങ്ങാതെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇവിടെ വരുന്നവരാരും വെറും കൈയോടെ മടങ്ങിപ്പോയിട്ടില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ നമ്പറിൽ വിളിച്ചപ്പോൾ മറുതലക്ക് ഹലോ. എനിക്ക് വർത്താനം പറയാൻ കഴിയുന്നില്ല. പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ മുഴുവനും പറയുന്നത് വരെ അയാൾ മറുതലക്ക് ഫോൺ വെച്ചിട്ട് നിന്നു. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് ഞാനൊരു വിധവയാണ്, ചെറിയ 3 കുട്ടികളാണ്, എൻ്റെ മകൻ സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല, പെട്ടെന്ന് അവൻ്റെ കണ്ണിന് വൈകല്യം വന്നു. അപ്പോൾ ഞാൻ ആകെ ജീവിതത്തോട് തോറ്റുപോയി. ഞാൻ എന്തു ചെയ്യണം? അതിനുത്തരം അദ്ദേഹം പറഞ്ഞു, ആ കുട്ടി രക്ഷപ്പെടട്ടെ, അവന് കേൾക്കാൻ കഴിയല്ലോ, എത്ര പൈസ ആയാലും അത് ഞാൻ ഇവിടെ എത്തിച്ചു തരുന്നു. അവിടെ അപ്പം തന്നെ എന്നെ വിളിച്ച് ഫോൺ വെച്ചപ്പോൾ തന്നെ അവർ മിംസിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ മിംസിൽ നിന്നാണ് എന്നെ പിന്നെ വിളിക്കുന്നത്. നിങ്ങളെ പണമൊക്കെ റെഡി ആയിട്ടുണ്ട്, ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം, ഉടനെ ഓപ്പറേഷൻ നടത്തണമെന്ന്. ഇവൻ ആദ്യത്തെ ശബ്ദം അദ്ദേഹത്തിൻ്റെ കേട്ടത് ഹലോ. നിങ്ങൾ എവിടെയാണെന്നോ, നിങ്ങളെ രാഷ്ട്രീയം എന്താണെന്നോ, നിങ്ങളെ കുലം എന്താണെന്നോ, നിങ്ങളെ ജാതി എന്താണെന്നോ, മതം എന്താണെന്നോ അദ്ദേഹം ചോദിച്ചില്ല. പ്രശ്നം മാത്രം കേട്ടു. ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരിയാണ്. ഉമ്മൻചാണ്ടി തൊഴിൽ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയ പദവികൾ വഹിച്ച ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ്, അധികാരത്തിന്റെയും ആജ്ഞാശക്തിയുടെയും പ്രതീകമായ സെക്രട്ടേറിയറ്റിന്റെ 4 ഗേറ്റുകളും തുറന്നു കിടന്ന ഒരു കാലമുണ്ടായിരുന്നു. രാത്രിയിൽ പോലും അത് അടച്ചിരുന്നില്ല. പ്രജാപതി ആടയാഭരണങ്ങൾ അഴിച്ചുവെച്ച് അവരുടെ ഇടയിൽ ഇറങ്ങി നിന്ന് ദുരിതങ്ങളും ദുഃഖങ്ങളും സ്വയം ഏറ്റെടുത്തു. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവർക്ക് രക്ഷകനുമായിരുന്നു അദ്ദേഹം. ജനങ്ങൾ പാതിരാ കഴിഞ്ഞും മടങ്ങിക്കഴിയുമ്പോൾ അവിടെ ഒരാൾ ഫയൽ കൂമ്പാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. രാവേറെയാകുമ്പോൾ, ഒപ്പിടാൻ കൈകൾക്ക് ത്രാണിയില്ലാതാകുമ്പോൾ, ഊർജത്തിന്റെ അവസാനത്തെ കണികയും വറ്റിക്കഴിയുമ്പോൾ, കാഞ്ഞ വയറുമായി ജഗതിയിലെ വീട്ടിലേക്ക് ആളും ആരവുമില്ലാതെയായിരുന്നു ഈ പ്രജാപതിയുടെ മടക്കം. പിന്നെ സ്ഥിതി ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. തീരെ അവശതയായി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ലിസിയിൽ പോകുന്നത്.
ലിസിയിൽ പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് മാറ്റി വയ്ക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വെറും 1.5 മണിക്കൂർ കൊണ്ട് എങ്ങനെ ഹൃദയം കൊണ്ടുവരാം? ആകെ നമ്മൾക്ക് ലഭിക്കുന്ന 4 മണിക്കൂറിനകം ഹൃദയ ശസ്ത്രക്രിയ പൂർത്തിയാക്കേണ്ട ഒരു വലിയ ദൗത്യം. ഉമ്മൻചാണ്ടി സാറിൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഈ നമ്പറിൽ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് MLA എനിക്കൊരു നമ്പർ തന്നു. അദ്ദേഹത്തോട് എൻ്റെ രോഗിയുടെ ആവശ്യം ഞാൻ അറിയിച്ചു. അദ്ദേഹം ശ്രദ്ധാപൂർവ്വം ശ്രവിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ 5 മിനിറ്റിനകം തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. കറക്റ്റ് 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടർ മിസ്റ്റർ രാജമാണിക്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, നാവിക സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ രാജമാണിക്യത്തെ വിളിക്കൂ ഉടനെ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതേ നമ്പറിൽ വിളിക്കണം. രാത്രി 1 മണിയായാലും 2 മണിയായാലും എന്നെ വിളിക്കാൻ മടിക്കരുത്, മറക്കരുത് എന്നുള്ള ഒരു ശക്തമായ സന്ദേശവും അദ്ദേഹം എനിക്ക് തന്നു. അദ്ദേഹത്തിൻ്റെ ആ ഇടപെടൽ, സമയോചിതമായ ഇടപെടൽ ഒരു ജീവൻ രക്ഷപ്പെടുത്താനും സഹായിച്ചു. അഗാധമായ മനുഷ്യസ്നേഹത്താൽ പ്രചോദിതനായാണ് ഉമ്മൻചാണ്ടി ദശലക്ഷങ്ങൾ പങ്കെടുത്ത ജനസമ്പർക്ക പരിപാടി 4 തവണ സംഘടിപ്പിച്ചത്. 18ഉം 20ഉം മണിക്കൂർ അദ്ദേഹം ജനമധ്യത്തിൽ ഉണ്ണാതെ, ഉറങ്ങാതെ, വിശ്രമിക്കാതെ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി. ലോകത്തൊരിടത്തും ഇത്തരമൊരു ഭരണ പരീക്ഷണം നടന്നിട്ടില്ല എന്നതിനാലാണ് ഐക്യരാഷ്ട്ര സംഘടന പൊതുജന സേവനത്തിനുള്ള അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. UN അവാർഡ് ബഹ്റൈനിൽ വെച്ച് നൽകിയപ്പോൾ ഉമ്മൻചാണ്ടിയെ അവിടുത്തെ രാജാവ് രാജകീയമായാണ് സ്വീകരിച്ചത്. ഞാൻ എൻ്റെ വിവാഹത്തിന് ശേഷം വീട്ടിലിരുന്ന് ചെറിയ രീതിയിലൊക്കെ ഈ കമ്പ്യൂട്ടർ വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്താണ് എൻ്റെ കമ്പ്യൂട്ടർ കേടാകുകയും അതിന് സോഫ്റ്റ്വെയർ കംപ്ലയിൻറ്റ് വരികയും അത് നന്നാക്കാൻ പറ്റാതിരിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ജനസമ്പർക്ക പരിപാടിയെപ്പറ്റി അറിയുകയും അതിനകത്ത് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ സാറിനെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ മേടിക്കാനായിട്ട് സാറ് ഒരു 30,000 രൂപ അനുവദിക്കുകയും അത് വെച്ചിട്ട് ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പ്രസ്സിലെ വർക്കുകളൊക്കെ DTP വർക്കുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. തൊട്ടടുത്ത കൊല്ലത്ത് തന്നെ ജനസമ്പർക്ക പരിപാടി വീണ്ടും പങ്കെടുക്കുകയും സാറിനോട് എനിക്കൊരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വേണമെന്ന് പറയുകയും ചെയ്തു. 50,000 രൂപ അനുവദിച്ചിട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ മേടിക്കാനുള്ള സഹായം ചെയ്തു തന്നു. അങ്ങനെ ആ സാറിൻ്റെ സഹായം കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങി ഇപ്പോൾ എൻ്റെ കുടുംബജീവിതം, എൻ്റെ മക്കളെയും എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നത്. UN അവാർഡ് നേടിയ രാജ്യത്തെ ഏക മുഖ്യമന്ത്രി തിരിച്ച് നാട്ടിലെത്തിയപ്പോഴോ അതൊരു വേട്ടയാടലിന്റെ ചരിത്രമാണ്. സോളാർ ആരോപണങ്ങളുടെ പേരിൽ നാടെങ്ങും ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന കറുത്ത കൊടികളും ഫ്ലെക്സുകളും ബോർഡുകളും നിരന്നു. CPM 24 മണിക്കൂർ സെക്രട്ടേറിയറ്റ് വളഞ്ഞുവെച്ചു. സോളാർ കമ്മീഷന് മുമ്പിൽ ഉമ്മൻചാണ്ടി തുടർച്ചയായിരുന്നത് 14 മണിക്കൂർ. സോളാർ വിവാദത്തിന്റെ അടിസ്ഥാനമായ വ്യാജക്കത്ത് ഹൈക്കോടതി ചീന്തിയെറിഞ്ഞെങ്കിലും അത് ഉമ്മൻചാണ്ടിയെ ശാരീരികമായും മാനസികമായും ബാധിച്ചിരുന്നു. സോളാർ വിവാദം സെക്രട്ടേറിയറ്റിനകത്തും പുറത്തും കൈവിട്ടു പോകുന്ന രീതിയിൽ ആളിക്കത്തിക്കൊണ്ടിരുന്നപ്പോഴും മുഖ്യമന്ത്രി സൗദിയിൽ തൂക്കിലേറ്റാൻ പോകുന്ന ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള തിരക്കിലായിരുന്നു. ഇവരുടെ എക്സിക്യൂഷന് നടത്താൻ വേണ്ടി ഒരാഴ്ച സമയമുള്ളായിരുന്നു. അപ്പം അതിനകത്ത് വെച്ച് നമുക്ക് ഇവരുടെ മാപ്പ് അപേക്ഷ ചെല്ലണം. അതായത് ഈ മരണപ്പെട്ട ആളുടെ ഭാര്യ ഒപ്പിട്ടാലേ അവരെ എക്സിക്യൂഷന് രക്ഷപ്പെടുത്താൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്ക് ഈ സെക്രട്ടേറിയറ്റ് മൊത്തം അന്നത്തെ സോളാർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മൊത്തം അതിനകത്ത് കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇവരെ 3 പേരെ എങ്ങനെ രക്ഷപ്പെടുത്തണം അത് മാത്രമേ സാറിൻ്റെ ആ ഒരു ചിന്തയിൽ വന്നുള്ളൂ. സാറ് ബാക്കിയുള്ളതിനൊന്നും ബോധം കൊടുക്കാതെ നമ്മളെ കാര്യത്തിന് വേണ്ടി അവരുമായിട്ട് സംസാരിച്ച് അടിയന്തരമായിട്ട് അത് ഒപ്പിടിച്ച് മേടിച്ചു. ഭാര്യയുടെ സംസാരിച്ച് കൺവിൻസ് ചെയ്ത് ഒപ്പിടിച്ച് മേടിച്ചിട്ട് അത്
അയച്ചു കൊടുത്തു. കോടതി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കും എക്സിക്യൂഷനിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. ടൈറ്റാനിയം കേസും പാറ്റൂർ ഭൂമിദാന കേസ്, ബാർക്കോഴ കേസ് തുടങ്ങിയ കേസുകൾ വരിഞ്ഞു മുറുകുമ്പോഴും ഉമ്മൻചാണ്ടി അതൊന്നും കൂസാതെ സഹായഹസ്തം നീട്ടിക്കൊണ്ടേയിരുന്നു. 2010 സെപ്റ്റംബറിൽ ഇത് ഹൈജാക്ക് ചെയ്യുന്ന ഷിപ്പിനെ ഹൈജാക്ക് ചെയ്ത് അവർ സൊമാലിയക്ക് കൊണ്ടുപോയി. അപ്പോൾ തന്നെ കമ്പനി വീട്ടിൽ ഫാമിലിനെ വൈഫിനെ അറിയിച്ചു. വൈഫ് അപ്പം LDF ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത്. LDF ഗവൺമെൻറ് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണിത്, സെൻട്രൽ ഗവൺമെൻറ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പം എൻ്റെ വൈഫിന് ഉമ്മൻചാണ്ടി സാറിനെ കാണാനുള്ളൊരു സൗകര്യം കിട്ടി. സാറിൻ്റെ ക്യാബിനിലേക്ക് കയറുന്നതിൻ്റെ മൂലയ്ക്ക് ഷട്ടറിൻ്റെ സൈഡിൽ ഒതുങ്ങി മാറി നിൽക്കുമ്പം സാറ് നല്ല സ്പീഡിൽ ഇങ്ങനെ മേടിച്ച് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഷട്ടറിൻ്റെ തൊട്ടിപ്പുറം വെച്ച് മാറി ഫയലുമായിട്ട് നിൽക്കുന്ന എന്നെ കണ്ടു, ദൂരെ നിൽക്കുന്നത്. അങ്ങനെ കയറി പോകേണ്ട സാറ് നേരെ ആ മൂലക്കിലേക്ക് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ആരാ മനസ്സിലായില്ലല്ലോ. അപ്പോൾ എനിക്ക് ജീവൻ വെച്ചു. സാറേ, ഞാൻ ആ കുത്താട്ടടുത്തുനിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞാൻ പറയാം സാറിനോട്, ഓ എനിക്ക് നേരിട്ട് കാണാൻ എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു, എൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. കേസ് ടേക്കപ്പ് ചെയ്യുകയും അതിൻ്റെ തീരുന്ന സമയം വരെ ഏകദേശം 4 വർഷവും 2 മാസവും എൻ്റെയും എൻ്റെ ഭാര്യയുടെ കുട്ടികളുടെയും കൂടെ തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഡൽഹിക്ക് പോവുകയും അവിടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അവിടുന്ന് MPമാരുടെ സഹായം മേടിച്ച് അവരുടെ വണ്ടിയിൽ പോയി അന്നത്തെ മിനിസ്റ്റേഴ്സിനെ കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തത് ഉമ്മൻചാണ്ടി സാറാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ CPM പ്രവർത്തകർ കണ്ണൂരിൽ വെച്ച് കല്ലെറിഞ്ഞത് രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു. കളക്ട്രേറ്റിന് മുന്നിലെത്തിയപ്പോൾ ഇരുവശത്തു നിന്നും കല്ലേറിന്റെ പ്രളയമായിരുന്നു. മുഖ്യമന്ത്രിയുടെ സൈഡിലെ ഗ്ലാസ് കല്ലേറുകൊണ്ട് പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് മുഴുവൻ കുപ്പിച്ചില്ല് പതിച്ച് രക്തമൊഴുകി. ഒരു കല്ല് നെഞ്ചിൽ പതിച്ച് ചോര പൊടിഞ്ഞു. ഒരു ഹർത്താൽ പോലും നടത്തരുതെന്ന് ഉമ്മൻചാണ്ടി സ്നേഹവടി നീട്ടി കർശനമായി വിലക്കി. CPM MLAമാർ 1ഉം 2ഉം പ്രതികളായ കേസിലെ 113 പ്രതികളും CPMകാരാണ്. മുഖ്യമന്ത്രി ആക്രമിച്ച സംഭവമാണ്. നാളെ കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് ആ വാദത്തിന് ശക്തി പകർന്നു. കാരണം എല്ലാവരും പറഞ്ഞു മുഖ്യമന്ത്രിയെ കൈയേറ്റം ചെയ്തതാണ്, ഇത് ബോധപൂർവമാണ്, യാദൃച്ഛികമല്ല, ഇത് വെൽ പ്ലാൻഡ് കോൺസ്പിറസിൻ്റെ പുറകിലുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും എൻ്റെ പേരിൽ ഒരു ഹർത്താൽ ഉണ്ടാകാൻ പാടില്ല, ഇത് പ്രതിഷേധിക്കാം, പക്ഷേ ഒരു തരത്തിലും ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു സമരമാർഗത്തിൽ പോകാൻ ഞാൻ അനുവദിക്കില്ല, അത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി. വേട്ടയാടിയവരോട് ഉമ്മൻചാണ്ടി ക്ഷമിക്കുക മാത്രമല്ല, അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. കണ്ണൂരിൽ കല്ലെറിയാൻ നേതൃത്വം കൊടുത്ത 2 CPM MLAമാരെ വിചാരണ കോടതിയിൽ വെച്ച് തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അവരെ സംരക്ഷിച്ചു. കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM പ്രവർത്തകൻ ഉമ്മൻചാണ്ടിയെ കണ്ട് ക്ഷമ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. മന്ത്രിസഭയിലെ ഒരംഗത്തെക്കുറിച്ച് സോളാർ കേസിലെ പ്രതി സ്വകാര്യമായി പറഞ്ഞ കാര്യങ്ങൾ ഉമ്മൻചാണ്ടി പുറത്തുവിട്ടില്ല. സോളാർ സംഭവം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് തന്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറഞ്ഞ MLAയോടും അദ്ദേഹം പരാതി പറഞ്ഞില്ല. അന്ന് ഞാൻ CPM ലോക്കൽ കമ്മിറ്റി അംഗവും പാർട്ടി കൗൺസിലറായിരുന്നു. അന്ന് അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കി തന്നൊരു പോസിറ്റീവ് ഗുണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിനെ കണ്ടു, അദ്ദേഹം കൈ തന്നു, അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പ്രചരണം നടത്തണം, പിന്മാറാൻ പാടില്ല, അത് ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് ഉപദേശം തരുന്നതിനൊപ്പം പിറകിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പ്രവർത്തകർ മറ്റു പ്രവർത്തകർ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം കൂട്ടിയ സമയത്ത് അദ്ദേഹം ആണ് പറയുന്നത് മാപ്പ് പറയേണ്ട, അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് അദ്ദേഹം എന്നെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലായിരുന്നു അന്ന് സംഭവം ഉണ്ടായിരുന്നു. ഒരു ജനപ്രതിനിധി ഒരു മണ്ഡലത്തെ എങ്ങനെ താലോലിക്കണമെന്നും തിരിച്ച് ഒരു മണ്ഡലം എങ്ങനെ ഒരു ജനപ്രതിനിധിയെ ഹൃദയത്തിലേറ്റണമെന്നും പഠിക്കാൻ
ഉമ്മൻചാണ്ടിയും പുതുപ്പള്ളിയുമാണ് ഏറ്റവും നല്ല പാഠപുസ്തകം. കുഞ്ഞൂഞ്ഞിന് വ്യക്തിബന്ധമില്ലാത്ത ഒരാൾ പോലും പുതുപ്പള്ളിയിലില്ല. പുതുപ്പള്ളിയിൽ അദ്ദേഹം എത്താത്ത ഒരു വീട് പോലും കാണില്ല. അവരുടെ സുഖദുഃഖങ്ങളിലെല്ലാം ഉമ്മൻചാണ്ടിയുണ്ട്. അദ്ദേഹത്തിന് സന്തോഷമോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്നതും പുതുപ്പള്ളിയിലേക്കാണ്. പുതുപ്പള്ളിയിലെ കരോട്ട് വള്ളക്കാലിൽ തറവാട്ടിൽ എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന ജനസമ്പർക്കമാണ് മുഖ്യമന്ത്രിയായപ്പോൾ ജനസമ്പർക്ക പരിപാടിയായി അവതരിപ്പിച്ചത്. 12 തവണ ഉമ്മൻചാണ്ടിയെ തുടർച്ചയായി ജയിപ്പിച്ച് പുതുപ്പള്ളി ചരിത്രത്തിൽ ഇടം പിടിച്ചു. വെറും 2 സീറ്റിന്റെ ഭൂരിപക്ഷം, നിരന്തരമായ വേട്ടയാടലുകൾ. എന്നിട്ടും ഗാന്ധിജിയെയും നെഹ്റുവിനെയും ജീവിതത്തോട് ചേർത്ത് പിടിച്ച് വികസന രംഗത്തും ക്ഷേമരംഗത്തും അഭൂതപൂർവമായ നേട്ടം കൈവരിച്ച് കാലാവധി പൂർത്തിയാക്കി. കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി എന്ന് തങ്കലിപികളിൽ എഴുതപ്പെട്ടു. അദ്ദേഹത്തിന്റെ വിലാപയാത്രയിൽ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത അത്രയും ജനങ്ങൾ തടിച്ചുകൂടി. 3 ദിവസം ജനങ്ങൾ പാതയോരങ്ങളിലും ടിവിയുടെ മുന്നിലുമായി നിലയുറപ്പിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ പ്രത്യേകമായി ഒരുക്കിയ കല്ലറയിലേക്ക് ജനങ്ങൾ ഇപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഗദ്ഗതം അടങ്ങിയിട്ടില്ല, കണ്ണീർ തോർന്നിട്ടില്ല. ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രാഞ്ചലത്തിലെങ്കിലും തൊട്ടവർ മരണശേഷം കല്ലറയെ തൊട്ട് സായുജ്യമടയുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ ജനങ്ങൾ എങ്ങനെയാണ് തിരിച്ച് സ്നേഹിക്കുന്നതെന്ന് കേരളം കണ്ടു. ആരായിരുന്നു ഉമ്മൻചാണ്ടി? മികച്ച ഭരണാധികാരിയായിരുന്നു. ഇനി 25 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവുകയില്ല. ഇവിടെ ഇരിക്കുന്ന പലരും കാണും. അന്ന് നിങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ വായിക്കും, കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാർ അച്യുതമേനോനും ഉമ്മൻചാണ്ടിയുമായിരുന്നുവെന്ന്. അന്ന് പറയാൻ പോകുന്നത് കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖം, സ്മാർട്ട് സിറ്റി, കണ്ണൂർ വിമാനത്താവളം, ഇങ്ങനെ അനേകം കാര്യങ്ങളായിരിക്കും. ഉമ്മൻചാണ്ടി നീതിമാനായിരുന്നു. നമ്മുടെ പാർട്ടിക്കാരനായ മുൻ മന്ത്രി, മുൻ MLA ശ്രീ കൃഷ്ണൻ കടിയാമ്പറമ്പിൽ, അദ്ദേഹം ഗുരുതരമായ രോഗം ബാധിച്ച് ഇവിടെ RCC കിടക്കുക. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിനൊരു മരുന്ന് വേണമായിരുന്നു. മരുന്ന് വാങ്ങാൻ ലക്ഷക്കണക്കിന് രൂപ വേണം. ഞങ്ങളുടെ പാർട്ടിയുടെ കയ്യിൽ കാശില്ല. അപ്പോൾ ഞാൻ അവസാനം ആശ്രയം കണ്ടത് ഉമ്മൻചാണ്ടിയാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ചുകൊണ്ട് ഒരു നിയമ നടപടി സ്വീകരിച്ച ഉമ്മൻചാണ്ടിയെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി കാരുണ്യവാനായിരുന്നു. ഉമ്മൻചാണ്ടി സാർ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ സ്കൂള് LP സ്കൂളായിരുന്നു. അത് UP സ്കൂളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മൻചാണ്ടി സാറിന് അന്ന് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് UP സ്കൂളാക്കി തന്നു സാറ്. ഉമ്മൻചാണ്ടി കരുതലായിരുന്നു. എനിക്കോ എൻ്റെ കുടുംബത്തിനോ ആർക്കും മറക്കാൻ പറ്റാത്തവരാണ് ഉമ്മൻചാണ്ടി സാർ. കാര്യം പറയുമ്പോൾ സങ്കടം വരും, കാരണം അത്രമാത്രം മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. CH മുഹമ്മദ് സാറ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ അച്ഛന് വലിയ അറ്റാക്ക് ഉണ്ടായി. അതിൽ ഒരു ദൈവം പോലെ വന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ. കാരണം ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് നിന്ന് ഈ 2010 വരെ എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നത് ശരിക്കും സാറ് കാരണമാണ്. സാറ് നേരെ പോയത് CH മുഹമ്മദ് സാറിൻ്റെ അടുത്തേക്കാണ്. അവിടെ പോയി ആ മുറിയിൽ കയറിയിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസ് പോയി ഞങ്ങളുടെ ഒരാളെ കൊണ്ടുവരണം, എൻ്റെ സ്വന്തം ഒരു ചേട്ടനെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞു. ഒരു ജീവൻ്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം സാർ അവിടുന്ന് പറഞ്ഞു, എനിക്കിത് ശരിയാക്കി തന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ മുറിയിൽ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ ഇരുന്നു. പിന്നീടുണ്ടായതൊക്കെ വളരെ പെട്ടെന്നാണ്. എല്ലാ കാര്യങ്ങളും നടത്തി ഡോക്ടർ വിജയരാമൻ സാർ ഉൾപ്പെടെയുള്ളവർ പത്തനംതിട്ടയിലേക്ക് വന്ന് അച്ഛനെ കൊണ്ടുപോയി. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ്റെ ജീവിതം തിരിച്ചു കിട്ടുന്നത്. ഉമ്മൻചാണ്ടി
സത്യസന്ധനായിരുന്നു. ഈ പിറവം ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, അപ്പോൾ അന്ന് അതിൻ്റെ ഒരു ഇലക്ഷൻ്റെ ഒരു 4 ദിവസം മുമ്പ് ഞാൻ ഗൾഫിലിരിക്കുമ്പോൾ ഒരു കോൾ വരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞു ഇങ്ങനെ ഒരു അവിടെ കുറച്ചൊരു ഫണ്ടിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഡോക്ടർ അദ്ദേഹമല്ല വിളിച്ചത്, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആർക്കെയാണ് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഫണ്ടിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് ഡോക്ടർ അവിടെ എന്തെങ്കിലും ഒരു സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വേണ്ടതെന്ന് പറഞ്ഞു, ഒരു എമൗണ്ടും പറഞ്ഞു. ഞാനത് അവിടെ പിറ്റേ ദിവസം തന്നെ ഒരാളുടെ പേര് പറഞ്ഞിരുന്നു, അത് കൊടുക്കാൻ വേണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്തു, കൊണ്ടേ കൊടുത്തു ഇയാളുടെ അടുത്ത്. ഇലക്ഷൻ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരു കോളാണ് ആർക്കേൻ്റെ. ഈ പണം ആവശ്യം വന്നിട്ടില്ല, ഈ പണം കാരണം അവിടെ അതിലും കൂടുതൽ വേറെ നിലയിലൊക്കെ വേറെ കിട്ടിയോണ്ട് പിന്നെ ആവശ്യം വന്നില്ല. അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രി CM പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ അത് പിന്നെ എപ്പോഴും ആവശ്യം ഉണ്ടായി ചോദിക്കാൻ തിരിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു സ്ഥലത്തും നടക്കില്ല. ഉമ്മൻചാണ്ടി സമീപസ്ഥനായിരുന്നു. രാത്രിയും പകലും ഇല്ലാതെ ഞാനും എൻ്റെ ഭാര്യയൊക്കെ നിരന്തരം വിളിച്ച് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്, സാറ് വിഷമിക്കരുത്, ഞാൻ മാർഗം ഉണ്ടാക്കി തന്നോളാം, നിങ്ങൾ വിഷമിക്കരുത്, ഭാര്യ വീട്ടിലുണ്ടോ കൊടുക്കുക, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അത്രമാത്രം. അതുപോലെ സുഷമ സ്വരാജുമായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെട്ടു. ഡൽഹി പോയിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കാലം അവസാന സമയത്ത് ഡൽഹി താമസിച്ചതിന് വേണ്ട മുഴുവൻ ക്രമീകരണങ്ങളും ചെയ്ത് സുഷമയായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക വിമാനം വിട്ട് ഈ കുട്ടികളെ ഇവിടെ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന മുഴുവൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രമാത്രം വേദനയുണ്ടായ ഒരു സംഭവമാണ്. ഉമ്മൻചാണ്ടി വഴികാട്ടിയായിരുന്നു. ആ സമയത്തിൽ അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് എൻ്റെ ഭാര്യ DHS ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അല്ല, അവർക്ക് മാറ്റാൻ വേണമെങ്കിൽ ഞാനിതൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എതിരാളികളുടെ മനസ്സിൽ ഒരു വെറുപ്പിൻ്റെതായിട്ടുള്ള ഒരു ചിത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു മെസ്സേജാണ് ഉമ്മൻചാണ്ടി സാർ ഇപ്പോൾ കേരളത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനി വരുന്ന തലമുറയ്ക്ക് കൂടി വലിയൊരു ഉത്തരവാദിത്വമാണ് ഉമ്മൻചാണ്ടി സാർ ബാക്കി വെച്ചു പോയത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത്. പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ നേതൃത്വത്തിന് മണിക്കൂറുകൾ പോലും വേണ്ടി വന്നില്ല. ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയായത് ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ പടിപടിയായി വളർന്ന് മൂത്തു പാകമായപ്പോഴാണ്. യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് ചെയർമാൻ എന്ന പദവിയിൽ ദേശീയ തലത്തിലും KPCC അംഗം, യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി തുടങ്ങിയ പദവികളിൽ സംസ്ഥാനത്തും പ്രവർത്തിച്ച ശേഷമാണ് പുതുപ്പള്ളിയിൽ പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ 4000 കിലോമീറ്റർ നഗ്നപാതനായി നടന്ന് ദേശീയ തലത്തിൽ വരെ ചാണ്ടി ഉമ്മൻ ശ്രദ്ധിക്കപ്പെട്ടു. വിഖ്യാതമായ ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജ് യൂണിയൻ പ്രസിഡന്റായിരുന്ന ചാണ്ടി LLM ബിരുദധാരിയായ സുപ്രീം കോടതി അഭിഭാഷകനാണ്. പുതുപ്പള്ളിയും അപ്പയും തമ്മിലുള്ള ബന്ധം അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പയ്ക്ക് പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവനായിരുന്നു എന്ന് തന്നെ പറയാം. പുതുപ്പള്ളിയിൽ പോകാത്തൊരു ഞായറാഴ്ച അദ്ദേഹത്തെ സംബന്ധിച്ച് ജീവൻ പോകുന്നതിന് തുല്യമായിരുന്നു. ഈ വികസനവും കരുതലും പെട്ടെന്ന് ഉണ്ടായ ഒരു മുദ്രാവാക്യമല്ലായിരുന്നു. അദ്ദേഹം MLA ആയിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഈ മണ്ഡലത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ആരോഗ്യ മേഖലയിലെ മികച്ച ഹോസ്പിറ്റലുകളുണ്ട്, വിദ്യാഭ്യാസ മേഖലയിലെ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ പാലങ്ങൾ, അതുപോലെ തന്നെ ഉള്ള സർക്കാർ ഓഫീസുകൾ എല്ലാം ഈ നാട്ടിലുണ്ട്. ഇപ്പം വികസനം എന്നുള്ളത് ഒരു ആസ്പെക്റ്റായി നിർത്തിക്കൊണ്ട് ഇതേപോലത്തെ വികസനം കൊണ്ടുവരികയും കരുതലിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും കരുതി അവൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തൊഴിൽ രഹിതരായ അനവധി പേർക്ക് തൊഴിൽ കണ്ടെത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊഴിൽ രഹിതർക്ക് തൊഴിൽ കണ്ടെത്തി കൊടുക്കുക, അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവർക്ക്, രോഗം അനുഭവിക്കുന്നവർക്ക്, ദുരിതം അനുഭവിക്കുന്നവർക്ക് കരുതലിൻ്റെ ഭാഗമായി പിന്തുണ നൽകുക. ഇപ്പോൾ വികസനവും കരുതൽ എന്നുള്ള ഒരു മാർഗം പുതുപ്പള്ളിയിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങിയത്.
ഞാൻ ജർമ്മനിയിൽ നിന്നാണ് വരുന്നത്. സോ ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കണം, സാർ എന്തായിരുന്നു എന്നൊന്ന് കാണിച്ചു കൊടുക്കണം. ഒരു റോൾ മോഡലായിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോർഷൻ കിട്ടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫോർ അവർ ഫാമിലി. മായില്ല, മറക്കില്ല. മരണമേ നീ ഇന്ന് തോറ്റുപോയി, മരണമേ നീ ഇന്ന് തോറ്റുപോയി. തളരുമ്പോൾ താങ്ങായി കൂടെ നിന്ന എന്റെ ജനകീയ നേതാവിൻ മുൻ